നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യ പരാതി സമർപ്പിച്ച മെഡിക്കൽ കോളേജ് വാർഡ് മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ജി എസ് ശ്രീകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം സമർപ്പിച്ച നിരവധിയായിട്ടുള്ള പരാതികൾ, അതായത് പഴയ ഭരണസമിതി നടത്തിയ അഴിമതികളെ കുറിച്ചുള്ള വളരെ വിശദമായ രീതിയിലുള്ള പരാതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. സാറ്, കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ഒട്ടനവധി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണസമിതി എന്ന പേര് കേട്ടിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ പടിയിറങ്ങിപ്പോയത്. എന്തായിരുന്നു സാറിൻ്റെ ഒരു പരാതിയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്? ഞാൻ നഗരസഭയുടെ ക്രമക്കേട് അഴിമതിയെക്കുറിച്ച് ഇടപെടുന്നത് നമ്മുടെ ഈ കത്ത് വിവാദം 270-ലധികം ജോലിക്ക് എംപ്ലോയ്മെൻറ്റിന് ലിസ്റ്റ് ക്ഷണിച്ചിട്ട് അതിലാരെ എടുക്കണം എന്ന് പാർട്ടി ലിസ്റ്റ് തരണമെന്ന് ആവശ്യപ്പെട്ട മേയറുടെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ വലിയൊരു പദവിയിൽ ആണ് ഈ മേയർ എന്ന് പറയുന്നത്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്, സത്യപ്രതിജ്ഞയുടെ ലംഘനം ഒക്കെയാണ് അവിടെ നടന്നത്. അത് വലിയൊരു അഴിമതിയും ക്രമക്കേടുമാണ്. ഇങ്ങനെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ജീവനക്കാരെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ ഒരു വേക്കൻസിക്ക് 10 പേരാണ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കുന്നത്. ഒരാളിന് 10 പേര് വെച്ച് 10 പേർക്ക് 100 പേർക്കാണെങ്കിൽ 1000. അപ്പോൾ ഇത്രത്തോളം ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി അവർ യഥാർത്ഥത്തെ വിഡ്ഢിയാക്കിക്കൊണ്ട് പാർട്ടിക്കാർക്കും പാർട്ടി കുടുംബങ്ങൾക്കും മാത്രം, അല്ലെങ്കിൽ പാർട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപ കോഴ നൽകുന്നവർക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് വർഷങ്ങളായി അവിടെ നിന്നത്. പക്ഷേ ഒരു കാര്യം പുറത്തു വരുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പരാതി അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിജിലൻസ് വിഭാഗം. അവിടെ അതിൻ്റെ വിജിലൻസിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ തന്നെ ഒരു യുവജന നേതാവ്, മേയർ. അങ്ങനെ വരുമ്പോൾ ആ അന്വേഷണം ഒരിക്കലും സത്യസന്ധമായി മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതും അതിൽ നിന്ന് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഇതിലൊരു CBI അന്വേഷണമോ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ വേണം എന്നാവശ്യപ്പെട്ട് കോടതിക്ക് ഹർജി നൽകിയത്. നിർഭാഗ്യവശാൽ കോടതി നിലവിലെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് അപ്പോൾ നടന്നത്. വിജിലൻസ് കഴിഞ്ഞ് അത് ക്രൈംബ്രാഞ്ചിനോട്ട് കൈമാറി. ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യാനുണ്ടായത്. എന്ന് വെച്ച് നമ്മുടെ പരാതി തെറ്റാണെന്നോ അത് ആവശ്യമില്ലെന്നോ എന്നും അല്ല കോടതി കണ്ടത്. ആവശ്യമെങ്കിൽ വീണ്ടും പരാതിക്കാരന് കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഭീമമായ സാമ്പത്തിക ചിലവുള്ള കാര്യമാണ് ഹൈക്കോടതിയിൽ നമ്മൾ പോവുക, കേസ് നടത്തുകയാണ്. അത് നമുക്ക് സാധിക്കാതെ വന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അന്ന് എവിടെ എത്തിയോ അവിടെ തന്നെ നിൽക്കുന്നു. അന്ന് ആ ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനോ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കാനോ ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇതാര് തയ്യാറാക്കിയെന്ന് വളരെ ലളിതമായി തന്നെ കണ്ടുപിടിക്കുക. പക്ഷേ ഇതൊന്നും എല്ലാം CPMൻ്റെ അണ്ടറിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഒരു പുറത്തുള്ള ഏജൻസി ഇത് അന്വേഷിക്കണം, ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലാത്ത. അത് നടക്കാതെ പോയി. അതോടുകൂടി അവരിൽ ആ കേസിൽ അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അന്ന് തന്നെ മേയർ രാജിവെച്ച് നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നനെ. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. പിന്നീടുള്ള നാളുകളിൽ എല്ലാം ഓരോ മാസം 1ഉം 2ഉം അഴിമതികൾ വെച്ചാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിൽ തൊട്ടടുത്ത് വന്നത് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിക്കുന്നതുമായിട്ട്. അത് അങ്ങനെ തന്നെ ഒരു 3 സംഭവങ്ങളുണ്ടായി 3 വർഷങ്ങളിലായിട്ട്, 3 കേസുകൾ. അപ്പോൾ അതിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോയില്ല. അതിൽ അവസാനം അവിടുത്തെ ജീവനക്കാരല്ലാത്ത, ഈ നഗരസഭയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പുറത്തുള്ളവർ തട്ടിച്ച് കൊണ്ടുപോയ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം പട്ടികജാതി വിഭാഗത്തിൻ്റെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, ചികിത്സാ സഹായം ഉൾപ്പെടെ തട്ടിച്ച ആൾക്കാരെ ആരെയും ഒരു നടപടി എടുത്തില്ല. അവരിന്നും അവിടെ ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്നു. ഇവരെല്ലാം അവിടുത്തെ സർവീസ് സംഘടന എന്ന് പറയുന്നത് 99% ഇടതുപക്ഷമാണ്. അപ്പോൾ അവർക്ക് അവിടെ എന്തും ചെയ്യാം. ഒരു ഫയലും അവിടെ അവശേഷിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്
ഈ ഒരു ഭരണസമിതി മാറിയതിന് ശേഷം പുതിയ ഭരണസമിതി വരുമെന്നുള്ള ബോധ്യമായ ഘട്ടത്തിൽ 200ഓളം ഫയലുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞു. ആ ഫയലുകളെല്ലാം തന്നെ ഇപ്പോൾ ചാരമായി കഴിഞ്ഞു കാണും. ഇനി ഒരു അന്വേഷണം വന്നാലും എങ്ങനെ തെളിവുകൾ ശേഖരിക്കും എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ 2 അഴിമതി, ഒന്ന് നിയമനത്തിലെയും ഒന്ന് പട്ടിക. പിന്നീട് വരുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ അഴിമതി. കോവിഡ് കാലത്ത് പൊങ്കാല നടന്നില്ല, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ചിലവായി. അതുപോലെ തന്നെ നഗരസഭയിലെ വാഹനങ്ങളുടെ കാര്യം, എത്ര വാഹനമുണ്ട് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. തിരുവനന്തപുരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ റോഡിൽ അനാഥമായി കിടക്കുകയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് എടുക്കുന്നു, ഇല്ലാത്ത വാഹനത്തിനും ഇൻഷുറൻസ് എടുക്കുന്നു. ഈ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിൽ കിടക്കുന്നത് വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. പിന്നെ പുതിയ വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുകയാണ്. അത് ആരിൽ നിന്ന് എടുക്കുന്നു? സഹാക്കളിൽ നിന്ന് മാത്രം എത്രയോ വാഹനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നിലവിലെ വാഹനങ്ങൾ നശിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അപ്പോൾ ഈ അഴിമതി വാഹനങ്ങളുടെ പേരിലുള്ള 2 തരം, ഇൻഷുറൻസിൻ്റെയും മെയിൻ്റനൻസിൻ്റെയും കരാർ കൊടുക്കുന്നതിൻ്റെ അഴിമതി. പിന്നീട് LED ലൈറ്റുകൾ സ്ഥാപിച്ചത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ LED ലൈറ്റുകൾ സ്ഥാപിച്ചു. ഈ മിന്നാമിനിങ്ങിന് ഇതിനേക്കാളും വെട്ടം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ. പിന്നീട് ഈ ഒരു LED ഒക്കെ ഇത് സാധാരണ ഇവിടുത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത് തട്ടിക്കൂട്ട് ചില കമ്പനികളെ കൊണ്ട് ടെൻഡർ പങ്കെടുപ്പിച്ചിട്ട് കോയമ്പത്തൂർ കിട്ടുന്ന ഏറ്റവും 3ാം കിട സാധനങ്ങളാണ് ഇവിടെ. അത് ലൈറ്റ് മാറ്റി വയ്ക്കും, അതുമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതെല്ലാം നിയമപ്രകാരം വാങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യും. ഈ വാങ്ങുന്നതിന് പ്രിസ്ക്രൈബ്ഡ് നോംസ് ഒന്നുമില്ല? നോംസ് ഉണ്ട്. അതാ പറയുന്ന 3ഓളം പേര് ടെൻഡറിൽ പങ്കെടുക്കും. അതെല്ലാം നിയമപ്രകാരം. പക്ഷേ ഈ 3ഉം ചെയ്യുന്നത് ഒരാളായിരിക്കും, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും. ഇതെല്ലാം തന്നെ കോയമ്പത്തൂരിൽ നിന്നുള്ള സാധനങ്ങളാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു ടെൻഡറിൽ പങ്കെടുക്കുന്നു, ഞാൻ തന്നെ 2 എണ്ണം കൂടി കൊടുക്കുന്നു 2 പേരുകളിൽ. എന്നിട്ട് കോയമ്പത്തൂരിലെ ആക്രിക്കടകളിൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ടെൻഡർ നടത്തി ഈ സാധനം ഇലക്ട്രോണിക് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ തരത്തിൽ വൻപിച്ച അഴിമതി. അപ്പോൾ ആ അഴിമതിക്ക് കൂടുതൽ കാരണമായത് ഈ വർഷാവർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം LDF വന്നുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമായി എല്ലാ കാലത്തും ഞങ്ങൾ തന്നെ ഭരിക്കും, ഞങ്ങൾക്ക് എതിരാളികളില്ല, ഞങ്ങൾ ചെയ്യുന്ന ഒന്നും തന്നെ പുറം ലോകം അറിയില്ല, അറിഞ്ഞാൽ തന്നെ യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാര്യം എല്ലാ ഭരണ സംവിധാനവും അവരോടൊപ്പം. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി അവരുടെ കൈവിട്ടു പോകുന്നത് ഇപ്പോഴാണ്. ഈ സമയം ഒരു 45 വർഷത്തെ ചരിത്രത്തിൽ ഇപ്പോഴാണ് ഭരണസമിതി മാറുന്നത്. ആ ഭരണസമിതി മാറുമ്പോൾ വളരെ അധികം കൗൺസിലർമാരുടെ പിന്തുണ അവർക്ക് ഈ കൗൺസിലുണ്ട്. 51 പേരുടെ പിന്തുണയുണ്ട്. അത് വലിയൊരു ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ നഗരസഭയ്ക്കകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പോൾ CPM ഭരണം മാറിയതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ അതിനകത്ത് വന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടി അധികാര സ്ഥാനത്ത് വന്നാലും ഈ ഭരണാധികാരി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, പൊതുസമൂഹത്തിൻ്റെ, പൊതുജനങ്ങളുടെ എല്ലാവരുടെയുമാണ്. അത് മേയറായാലും ഡെപ്യൂട്ടി ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പൊതുജനങ്ങളുടെ സേവകരാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് നഗരസഭയുടെ കാലത്ത് നിരവധി ഈ ആരോപണങ്ങൾ അഴിമതികൾ നടക്കുമ്പോൾ അവിടെ സമരം ചെയ്തത് ഒരു ഭാഗത്ത് UDFും ഒരു ഭാഗത്ത് BJPയാണ്. BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോഴത്തെ മേയർ. ഈ അന്നത്തെ സമരങ്ങൾക്കെല്ലാം കൗൺസിലറായിരുന്ന അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ധാർമ്മികമായും ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് ഈ അഴിമതികളെക്കുറിച്ചെല്ലാം അറിയാം. അദ്ദേഹം കൂടി സമരം ചെയ്തു. ഞങ്ങൾ എത്രയോ ചെറുപ്പക്കാരെ അടികൊണ്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി, വനിതകൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ കേസുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് BJPക്കാരും ആ തരത്തിൽ ജയിലുകളിൽ പോയി. അപ്പോൾ ഇവർക്കെല്ലാം അതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പുതുതായി മേയർ ചുവരെടുക്കുന്ന ആ സമയത്ത് തന്നെ ഇത് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും കൂടി വ്യക്തമായി അറിയാവുന്ന അഴിമതികളാണ്. അപ്പോൾ ആദ്യ പരാതി ലഭിക്കുമ്പോൾ ആ പരാതിയിൽ ഒരു പ്രാധാന്യം മേയർ കൊടുക്കും എന്നാണ് ഞാൻ കരുതിയത്. ആ പ്രാധാന്യം അദ്ദേഹം കൊടുത്തുവെന്ന് ഞാൻ മനസ്സിലാക്കും. തുടർന്നുള്ള ദിവസങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്, ഫയലുകൾ അദ്ദേഹം വിളിച്ചു വരുത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് പരാതി കൊടുത്ത് നാളെ ഒരു നടപടി ഉണ്ടാകുമെന്നല്ല ഞാൻ കരുതുന്നത്. കൃത്യമായും ഒരു നിശ്ചിത സമയം അതിന് വേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫയലുകൾ അവിടെ ഉണ്ടാകില്ല. ഇപ്പോൾ 2 വർഷമൊക്കെ ആവുന്നുള്ളൂ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ട്. അതിന് മുമ്പെല്ലാം തന്നെ അത് ഫയലുകളായി. ഈ ഫയലുകളൊക്കെ ആരെടുത്തുകൊണ്ട് പോയാലും അവിടെ ചോദിക്കാനില്ലാത്തൊരു സംവിധാനമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യം വരട്ടെ. ജനങ്ങൾക്ക് ഈ നാട്ടിൽ
നീതി ലഭിക്കട്ടെ. പ്രത്യേകിച്ചും പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉണ്ടായ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അവരുടെ ചികിത്സ ധനസഹായം പോലും കൊള്ളയടിച്ചു. പട്ടികജാതി ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നു. എല്ലാവരും എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി. അവർക്ക് വേണ്ടി ചാകാനും കൊല്ലാനും ചാകാനും നടക്കുന്നത് വലിയൊരു വിഭാഗം ഇതാണ്. പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന ഈ ഒരു വിഭാഗമാണ്. പക്ഷേ അധികാര സ്ഥാനത്ത് വരുമ്പോൾ ഇവരുടെ പണം തന്നെ കൊള്ളയടിക്കാൻ ഇവർ കൂട്ടുനിൽക്കുകയാണ്. എന്തൊരു വഞ്ചനാപരമായ സമീപനമാണ് ഈ പാർട്ടിയും ഈ മുന്നണിയും ചെയ്തിട്ട്. ഈ പൊതുസമൂഹം, ഈ ജനവിഭാഗം ഇത് തിരിച്ചറിയുന്നുണ്ട്. പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പട്ടികജാതി കോളനികളിലൊക്കെ പോയാൽ ഒരു കാലത്ത് 99% ഇടതുപക്ഷക്കാരാണ്. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറുകയാണ്. പാർട്ടിയോട് വിട പറയുന്ന അവസ്ഥയിൽ. കാര്യം ചതിയും വഞ്ചനയും ഈ ജനവിഭാഗവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കെട്ടിട വാടകയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഴിമതി കഥ കൂടി ഇപ്പം പുറത്തു വരികയാണ്. അപ്പോൾ താങ്കൾ തന്നെ പരാതി കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് കെട്ടിട വാടക പാരമ്പര്യമായിട്ട് ഒരു ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുകയും മറുവാടകയ്ക്ക്, കെട്ടിടം എടുത്തതിന് ശേഷം മറുവാടകയ്ക്ക് മറ്റ് ആൾക്കാർക്ക് കൊടുത്ത് ഭീമമായ തുകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വിഷയം? ഇപ്പോൾ അത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ മേയറുടെ റൂം മാറുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൗൺസിലർ ചോദിച്ചപ്പോഴാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു കൊള്ളയാണ്, വാടക കൊള്ള എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ നഗരസഭയുടെ കെട്ടിടങ്ങളും വാടകയ്ക്ക് അല്ലെങ്കിൽ കരാടിസ്ഥാനത്ത് എടുത്തിരിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ്. അവർക്കല്ലാതെ അവിടെ എടുക്കാൻ കഴിയില്ല. അവരത് കുറഞ്ഞ റേറ്റിന് എടുത്തിട്ട് അത് മറച്ചു കൊടുക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുനിസിപ്പൽ ആക്ടിൽ തന്നെ പ്രത്യേകം പറയുന്നു. മുനിസിപ്പാലിറ്റി കീഴിലുള്ള കടകൾ, റൂമുകൾ, ബങ്കറുകൾ, അങ്ങനെ ഏത് തന്നാലും അതിനകത്ത് 10% പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കണം. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രസംഗിക്കുന്ന പാർട്ടി അവരധികാരത്തിലിരിക്കുമ്പോൾ ഒരു പെട്ടിക്കട പോലും പട്ടികജാതി വിഭാഗത്തിന് നൽകുന്നില്ല. ഇത് പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആ തരത്തിൽ അതിൽ തന്നെ വലിയ തട്ടിപ്പ്. പിന്നെ ഈ കെട്ടിടം ഉപയോഗിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്ന് സാക്ഷ്യപത്രം എടുത്തിട്ട് അതിന് വാടക അടയ്ക്കാതിരിക്കും. ഇത്ര നാൾ മെയിൻ്റനൻസ് പ്രശ്നം കൊണ്ട് ഉപയോഗിച്ചില്ല. അപ്പോൾ അവിടെയും തട്ടിപ്പാണ്. ഇത് സകലമാന രീതിയിലും നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇവിടുത്തെ നഗരസഭയിലെ അഴിമതി, 40 വർഷത്തെ അഴിമതി കഥ പുറത്തു വന്നാൽ ഒരു സംശയവും വേണ്ട, തിരുവനന്തപുരത്ത് CPM-ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആണിക്കല്ലിളകും. ഒത്തിരി പേരകത്ത് പോകേണ്ടി വരും. ഇത് ആര്യ രാജേന്ദ്രൻ മാത്രമല്ല. ആര്യ രാജേന്ദ്രനെ 21 വയസ്സുകാരി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷി വരുമ്പോൾ അവരുദ്ദേശിച്ചത് ഒന്നും അറിഞ്ഞൂടാത്ത ആളിനെ വെച്ച് എല്ലാ അഴിമതികളും ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അന്ന് മനസ്സിലായില്ല. അന്ന് ഒരാളിനെ കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാം, പ്രതിപക്ഷമായാലും അല്ലാത്തവരായാലും, വളരെ സന്തോഷിച്ചു. ഇത്രയും ചെറുപ്പത്തിൽ ഒരാളിനെ കൊണ്ടുവരാൻ കാണിച്ച ധൈര്യം, ഇത് പൊതുസമൂഹത്തിന് യുവാക്കൾക്കുള്ള വലിയ പ്രചോദനമാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മനസ്സിലായി. അതുമാത്രവുമല്ല, ആ മേയറുടെ ധിക്കാരപരമായ സമീപനങ്ങൾ, അഹങ്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ, ആരെയും അനുസരിക്കാത്ത ഒരു പ്രവണത, അത് ഞങ്ങളല്ല പറയുന്നത്. അത് പറഞ്ഞത് ഈ മേയറുടെ ഭരണ സംവിധാനത്തിൽ കീഴിലുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് പറഞ്ഞത്. ഇലക്ഷൻ റിസൾട്ട് വന്നത്. പക്ഷേ ഇവർക്ക് അതിനു മുമ്പ് ഇത് പറയാമായിരുന്നു. പറഞ്ഞാൽ അധികാരം പോവും എന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. ഒരു പോസ്റ്റ് FB-യിൽ ഇട്ടിട്ട് പോലും 10 മിനിറ്റിനുള്ളിൽ പിൻവലിച്ചു. അപ്പോൾ അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ ഇവരെന്തിനത് ഇടാൻ പോകുന്നു? അപ്പോൾ ഇത്ര ധൈര്യമില്ലാത്ത ആൾ അധികാരത്തിൻ്റെ ഭാഗമായി അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറയാൻ തയ്യാറായില്ല. അധികാരമെല്ലാം പോയപ്പോൾ അവർക്കൊരു മോഹമുണ്ടായിരുന്നു മേയറാവണമെന്ന്. അപ്പോൾ അവർക്കത് മേയറാവാൻ കഴിയാത്ത ഒരു വിഷമം കൂടി അതിനകത്തുള്ളത് കൊണ്ടായിരിക്കും പറയാം. പക്ഷേ ഈ പറച്ചിലല്ലാതെ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. ഞങ്ങൾ പ്രതിപക്ഷമല്ല പറഞ്ഞത്, ഭരണത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഒരാൾ പറയുകയാണ്, തന്നെക്കാൾ ചെറിയ ആൾക്കാരെ കണ്ടാൽ പുച്ഛമാണ്, പരമപുച്ഛമാണ്, ഉന്നതന്മാരെ കണ്ടാൽ അതിവിനയവുമാണ്. അപ്പോൾ എന്താണ് ഇത് വേണ്ടത്? അധികാര സ്ഥാനത്തുള്ളവരെ വണങ്ങി നിൽക്കുകയും താഴേക്കിടയിലുള്ളവരുടെ കാൽ കൊണ്ട് തൊഴിക്കുകയും ചെയ്ത ഒരു മേയറാണ് ഇതെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, അവരിലുള്ള ഒരാളാണ്. 100% സത്യമാണ്. അപ്പോൾ അഹങ്കാരം, ധിക്കാരം, പുച്ഛം, അഴിമതി, അനീതി, അക്രമം, കെടുകാര്യസ്ഥത, സകലതും ഒത്തിണങ്ങിയ
ഒരു ഒരു ഉൽപ്പന്നത്തിന് ലോകത്ത് ഒരിടത്തും കാണാൻ സാധിക്കില്ല. അതിന് പിന്നെ പാർട്ടി കൊട്ടിഘോഷിച്ചുകൊണ്ട് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി അവാർഡ് വാങ്ങി. ഇന്റർനാഷണൽ അവാർഡ് കിട്ടി ഇതിന് വല്ലതാണോ? ഇത് ഇത്ര എന്ത് അവാർഡ്? അവിടെ പെട്ടിക്കടയിൽ കിട്ടുന്ന, റോഡ് സൈഡിൽ കിട്ടുന്ന ചില കുട്ടികളുടെ കളിപ്പാട്ടം എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് തിരുവനന്തപുരത്തെ പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് അവാർഡ്. എത്ര അവാർഡുകൾ വെറും പുച്ഛത്തോടെ ഈ പൊതുസമൂഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തരികിടകളും PR വർക്കുകളും കൊണ്ടൊന്നും ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പൊതുപ്രവർത്തന രംഗത്ത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജന സംവിധാനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. 30-35 പരിചയം. ഒരു ബാലസംഘത്തിൽ നിന്ന് നേരെ മേയറായിട്ട് വരുമ്പോൾ ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഒരു വിവരക്കേട് അതിനകത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ജനത്തിന് ബോധ്യപ്പെട്ടു. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ടും പാർട്ടി അത് അംഗീകരിക്കില്ല. ഇത് ഈ ഒരു കുഴപ്പം. എന്നിട്ട് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ ഈ VK പ്രശാന്ത് ഉൾപ്പെടെ അന്നത്തെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ കൗൺസിലർ ദീപക് ഉൾപ്പെടെ പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ സംഭാവന കൊണ്ട് പാർട്ടിയുടെ അടിത്തറ ഇളകി, ഇനിയെങ്കിലും പാർട്ടിയെ ശ്രദ്ധിക്കണമെന്ന് അന്നെങ്കിലും പറയാൻ ഇവർക്ക് തയ്യാറായല്ലോ. പാർട്ടി ഒരു പാഠം പഠിക്കണം. കാര്യം ഇത് നിരവധിയായ പാവപ്പെട്ട പട്ടിണിക്കാരുടെയൊക്കെ പാർട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ആ പാർട്ടി ഈ വീഴ്ചകൾ മനസ്സിലാക്കി വീണ്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് ജനസമൂഹത്തിന് വേണ്ടിയാണ്, അത് നമ്മുടെ നാടിന് വേണ്ടി. അപ്പോൾ തെറ്റ് തിരുത്തി ഇനി മുന്നേറാൻ അവരൊരു വീക്ഷണം, കാഴ്ചപ്പാട് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. അല്ല, ഇത് അഴിമതി കഥകൾ ഇപ്പം LED കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വാടകക്കൊള്ള അതും കഴിഞ്ഞിട്ട് ഈ നിയമനവും കഴിഞ്ഞിട്ട് നികുതി തട്ടിപ്പിൻ്റെ ഒരു കെട്ടിട നികുതി തട്ടിപ്പിന്റെ മറ്റൊരു കഥ കൂടി. അപ്പൊ അതെന്തായിരുന്നു? അത് മിക്ക സോണൽ ഓഫീസുകളിലും, മെയിൻ ഓഫീസിൽ ഒരുപക്ഷെ തട്ടിപ്പിന് സാധ്യത കുറവാണ്. പക്ഷേ സോണൽ ഓഫീസുകൾ 7-8 ഉദ്യോഗസ്ഥർ, അവർ ഈ റവന്യൂ വിഭാഗത്തിന് 2-3 ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ ഈ ബിൽ കളക്ട് ചെയ്യാൻ പോകുന്നവരുണ്ട്. ഇവരൊക്കെ സ്വന്തമായി ബില്ലങ്ങ് അച്ചടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എഴുതി അങ്ങ് കൊടുക്കുകയാണ്. നിങ്ങൾ 1000 രൂപ നികുതി അടച്ചു എഴുതി കൊടുക്കുകയാണ്. പക്ഷേ കമ്പ്യൂട്ടറിനകത്ത് വരില്ല. അതെങ്ങനെ കുടിശ്ശിയായി കിടന്നു. പാവപ്പെട്ട ജനം അറിഞ്ഞപ്പോൾ ഓരോ മനുഷ്യർക്കും താങ്ങാൻ പറ്റാത്ത നികുതിയായി. അപ്പോൾ അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അതാണ് നേരത്തെ പറഞ്ഞത്, നഗരസഭയിൽ എന്തും ചെയ്യാം ആർക്കും. ഒരു പ്യൂണിനും ചെയ്യാം, അവിടുത്തെ ഉന്നതന സൂപ്രണ്ടിനും ചെയ്യാം, അവിടുത്തെ സെക്രട്ടറിമാർക്കും, വിവിധ വിഭാഗത്തിൻ്റെ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും ചെയ്യാം. കാര്യം മോൾത്തട്ടിലെ ഇത് അഴിമതിയിൽ മുങ്ങി നിൽക്കുക. അപ്പം ആരെയും ഒന്നും ചെയ്യില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവിടുത്തെ ജീവനക്കാർക്കുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ജീവനക്കാരല്ലാത്ത പുറത്തുള്ള ആൾക്കാർ, ഈ ചില സംഘങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതി സംഘങ്ങൾക്ക് പണം കിട്ടും, 40 ലക്ഷം, 50 ലക്ഷം, 25 ലക്ഷമൊക്കെ സ്വയം തൊഴിലിന് വേണ്ടി. അവർ മനസ്സിലാക്കി ഇതിനകത്ത് കാട്ടിലെ തടി തേവരുടെ ആനയാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് മനസ്സിലായി, അവനും പുറത്തുനിന്നുള്ളവരും കൂടി അതൊരു ചാകരയാക്കി മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇങ്ങനെ മൊത്തത്തിലൊരു സർവത്ര അഴിമതി ആണ്. അതിൻ്റെ മറുപടിയാണല്ലോ ജനം കൊടുത്തത്. കാര്യം ഇവിടെ കോൺഗ്രസിന് 10 സീറ്റ് ഉണ്ടായിരുന്നത് 19 പ്ലസ് ഒരു റിബലും 20 പോയി. BJP 35 നിന്ന് 50 പോയി. 55 സീറ്റ് ഉണ്ടായിരുന്ന LDF 29. അപ്പോൾ ആകെ നഷ്ടം സംഭവിച്ചത് ഈ ഇടതുപക്ഷത്തിന് CPM മാത്രമേ ഉള്ളൂ. ജനം കൊടുത്ത തിരിച്ചടിയാണ്. എന്തായാലും ഈ അഴിമതി കഥകൾ, എന്തായാലും രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഈ അഴിമതി കഥകളെല്ലാം പുറത്തു വരട്ടെ. കാരണം ഇത് ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പട്ടികജാതി വിഭാഗത്തിലെ നിരവധി 10,000-ഓളം രൂപയ്ക്ക് ഈ 5 വർഷവും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് പുതിയ നഗരത്തിലെ ഭരണ സംവിധാനം പ്രസിദ്ധീകരിക്കണം. ആ പ്രസിദ്ധീകരിച്ചിട്ട് ഓരോ വ്യക്തിക്കും എത്ര രൂപയാണോ നഷ്ടപ്പെട്ടത് ആ പണം ഈ നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ കൂടി തയ്യാറായാൽ മാത്രമേ ആ വിഷയം പൂർത്തീകരിക്കാൻ പറ്റൂ. ഒരു ഭാഗത്ത് കുറ്റക്കാരെ ശിക്ഷിക്കണം, മറുഭാഗത്ത് അർഹരായ ആൾക്കാർ, ഗുണഭോക്താക്കൾക്ക് അവർക്ക് ലഭിക്കേണ്ട ന്യായമായ നീതി നടപ്പാക്കുകയും വേണം. അത് ഈ മേയറോട് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക. തീർച്ചയായിട്ടും നല്ലത് സംഭവിക്കട്ടെ. എന്തായാലും നല്ല സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ശുഭാപ്തി വിശ്വാസം. വളരെ വളരെ താങ്ക് യു.